1 ഗ്ലാസ് പഞ്ചസാര, ഏലക്ക പൊളിച്ചതും പൊടിച്ചെടുക്കുക. ഇതിനൊരു ഗ്ലാസ് മൈദ, ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് നമുക്കിത് വൃത്തിയായിട്ടൊന്ന് അരിച്ചെടുക്കാം. ആ പൊടിച്ചു വെച്ച പഞ്ചസാരക്കകത്തോട്ട് ഇതേ സെയിം 1 ഗ്ലാസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിത് പകുതി ബീറ്റാക്കി നമുക്കത് മുട്ട ഒഴിക്കാം. ഒരു 3 മുട്ടയും കൂടെ അതിൽ പൊട്ടിച്ചൊഴിക്കും. ഇവിടെ ചേർത്ത് നല്ല വൃത്തിയായിട്ട് നമുക്ക് ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. അത് വൃത്തിയായിട്ട് ബീറ്റ് ചെയ്ത് ഇനി നമുക്ക് അതിനകത്തോട്ട് കുറേശ്ശെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഈ മൈദ മാവ് ഇട്ട് ബീറ്റ് ചെയ്യണം. ഈന്തപ്പഴം, ബദാം, കാഷ്നട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. കേക്ക് ഉണ്ടാക്കാൻ ഈ ട്രേ എടുത്തേക്കുന്നേ, അതിനകത്തോട്ട് നമുക്ക് ഈ ബട്ടർ ഒന്ന് തൂത്ത് പിടിപ്പിക്കണം. മാവ് ഒഴിക്കുന്നതിന് ട്രേ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളത് ബീറ്റ് ചെയ്ത് വെച്ച്. ഓക്കെ, ഇനി ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഇടാം. ഇനി 1 സ്പൂൺ എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് സ്പൂൺ വെച്ച് ഇനി ഇളക്കാം. മാവ് ഒഴിക്കാം. ഇത് 160 ഡിഗ്രിയിൽ 45 മിനിറ്റ് വെച്ച് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. ഓക്കെ, നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് അതിനകത്തോട്ട് വെക്കാം. ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കി കേക്ക്.